കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. ഒരു കൈ മാത്രമുള്ള ഒരാൾ എങ്ങനെ 8 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്നു? സെല്ലിന്റെ കമ്പികൾ മുറിക്കാൻ ആരാണ് ഇയാളെ സഹായിച്ചത്? ഈ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും കർക്കശമായ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ്. 10ാം ബ്ലോക്കിലെ ഒറ്റയ്ക്കുള്ള ഒരു സെല്ലിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദചാമിക്ക് ഈ ജയിൽ ചാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ബ്ലോക്കിന് ചുറ്റും ചെറിയ മതിലും പുറത്ത് 8 മീറ്റർ ഉയരമുള്ള വലിയ മതിലുമുണ്ട്. രാത്രി പെട്രോളിംഗ്, CCTV ക്യാമറകൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഗോവിന്ദചാമി ഈ സുരക്ഷാ വലയം ഭേദിച്ചു. പുലർച്ചെ 1:15-നാണ് ഇയാൾ സെല്ലിൽ നിന്നും പുറത്തിറങ്ങിയത്. സെല്ലിന്റെ താഴത്തെ 2 കമ്പികൾ മുറിച്ചാണ് അയാൾ രക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്നും ആക്സോ ബ്ലേഡ് സംഘടിപ്പിച്ച ശേഷം ദിവസങ്ങളോളം കുറച്ചായി മുറിച്ചും ഉപ്പ് വെച്ച് കമ്പികൾ തുരുമ്പിപ്പിച്ചുമാകാം ഇയാൾ ജയിലിൽ ചാടാനുള്ള അവസരങ്ങൾ കണ്ടെത്തിയതെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. പുറത്തിറങ്ങിയ ശേഷം തുണികൾ കെട്ടി വടമുണ്ടാക്കുന്നു. ഡ്രമ്മുകൾ ഉപയോഗിച്ച് ഫെൻസിങ്ങിന് മുകളിൽ കയറി 8 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്നു. യൂണിഫോമായ വെള്ള വസ്ത്രം മാറ്റിയ ശേഷം ഉണക്കാനിട്ടിരുന്ന മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഇയാൾ പുറത്തേക്ക് പോകുന്നു. എന്താണ് ഈ ജയിൽ ചാട്ടത്തെ ഇത്ര ഞെട്ടിക്കുന്നതാക്കുന്നത്? ഒന്നാമതായി ഇതിന് മാസങ്ങളോളം നീണ്ട തയ്യാറെടുപ്പ് വേണ്ടി വന്നു എന്നതാണ്. ഗോവിന്ദചാമി ശരീരഭാരം കുറയ്ക്കാൻ ചോറ് ഉപേക്ഷിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചപ്പാത്തി മാത്രമാക്കി. ഇതിനൊക്കെ പുറമെ സെല്ലിനുള്ളിൽ വെളിച്ചമില്ല എന്നത് ഈ ജയിൽ ചാട്ടത്തിന് കൂടുതൽ സഹായമായി. കൊതുകുവലയും പുതപ്പും ഉപയോഗിച്ച് കിടന്നിരുന്ന ഇയാളെ വാർഡൻ പരിശോധിച്ചപ്പോൾ പുതപ്പിനുള്ളിൽ ഒരാൾ കിടന്നുറങ്ങുന്നത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവിടെ സംശയമൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും എടുത്തേ കമ്പി മുറിക്കാൻ സാധിക്കൂ. എന്നിട്ടും ഒരു ശബ്ദവും കേട്ടില്ല എന്നത് വളരെ ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിൽ ഒന്നെന്നറിയപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഫെൻസിംഗിൽ 2 വർഷത്തിലേറെയായിട്ട് വൈദ്യുതി ഇല്ല എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം തന്നെയാണ്. ഇതെല്ലാം അതിസുരക്ഷിതമായ ജയിലിന്റെ ഗുരുതരമായ വീഴ്ചകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ ജയിൽ ചാട്ടം ഇയാൾ ഒറ്റയ്ക്ക് നടത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. കമ്പി മുറിക്കാൻ ആക്സോ ബ്ലേഡ് ജയിലിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്ത് നിന്നും കിട്ടിയെന്ന് പറയുമ്പോഴും അത് അത്ര കണ്ടങ്ങ് വിശ്വസിക്കാനാവില്ല. ജയിലിനുള്ളിൽ നിന്നോ പുറത്തു നിന്നോ ഇയാൾക്ക് സഹായം ലഭിച്ചോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്രയുമൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. ഗോവിന്ദചാമി ചെയ്ത കുറ്റകൃത്യങ്ങൾ ഓർക്കുമ്പോൾ ഈ രക്ഷപ്പെടൽ സമൂഹത്തിന് വലിയ ഭീഷണിയായിരുന്നു. 2011-ൽ സൗമ്യ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇയാൾ ഒരു പെൺകുട്ടിയെ ഇരയാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇനി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നറിയാവുന്ന ഒരു കുറ്റവാളി എന്തിനും മടിക്കില്ല. ഈ ജയിൽ ചാട്ടം വിജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ മറ്റൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു. ഇവിടെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആ ദുരന്തങ്ങളെല്ലാം ഒഴിവായി. പക്ഷെ ഇതിനെല്ലാം ശേഷം ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കണ്ടെത്തിയത് നാട്ടുകാരാണോ പോലീസാണോ എന്ന ചോദ്യം. വാസ്തവം പറഞ്ഞാൽ പൊതുജനങ്ങളാണ് ഈ കുറ്റവാളിയെ കണ്ടെത്തി പോലീസിന് വിവരം അറിയിച്ചത്. 3ഓളം പേർ കൃത്യമായി പോലീസിന് വിവരം നൽകി. അങ്ങനെ പുലർച്ചെ 10:30-ഓടെയാണ് ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ കിണറ്റിൽ നിന്നും പിടികൂടിയത്. ഇയാൾ ജയിലിൽ ചാടിയത് അധികൃതർ കണ്ടെത്തിയത് പുലർച്ചെ 6 മണിക്കാണ്. പോലീസ് തെരച്ചിൽ തുടങ്ങിയത് 7 മണിക്കും. അപ്പോഴേക്കും 6 മണിക്കൂർ കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കേരള പോലീസിന്റെ മിടുക്കുകൊണ്ടാണ് ഗോവിന്ദചാമിയെ പിടികൂടാനായത് എന്നാണ്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കറിയാം അതങ്ങനെയല്ല എന്നും നാട്ടുകാരുടെ ജാഗ്രത കൊണ്ടാണ് ഗോവിന്ദചാമി വീണ്ടും പിടിയിലായത് എന്നും. പക്ഷേ ഈ സംഭവം കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഒരു കൊടും കുറ്റവാളി ഇത്ര എളുപ്പം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം ദുർബലമാണ്? ഇത്തരം വീഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി പറയുക.